മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 24/11/1985 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അശ്വതിയാണ് നക്ഷത്രം. അശ്വതി, 2-ാം പാദം. ഇടവ ലഗ്നം. 2-0-3 ഗുളികൻ, 4-0-5 കുജൻ, 6 ശുക്രൻ കേതു, 7 സൂര്യൻ ശനി ബുധൻ, 8-0-9 വ്യാഴം, 10-11 ഭാവങ്ങൾ ശൂന്യം, 12 ചന്ദ്രൻ രാഹു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 1-2 പ്രധാന കാര്യങ്ങളുള്ള ഒരു ഗ്രഹനില തന്നെയാണത്. പ്രധാനമായിട്ടും ലഗ്നാൽ 9-ലാണ് വ്യാഴം നിൽക്കുന്നത്. നീചനായിട്ടുള്ള വ്യാഴമാണ്, ഭംഗമുണ്ട്. ലഗ്നാൽ 9-ൽ നിൽക്കുന്ന, നീചനാണെങ്കിൽ പോലും 9-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അത് ഭംഗം ചെയ്ത് രാജയോഗം കൊടുക്കുന്നതാണ് എങ്കിൽ ഫലം ഉറപ്പുമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഗുളികൻ നിൽക്കുന്നത് കർക്കടകത്തിലാണ്, ചന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ. ചന്ദ്രൻ എന്ന് വെച്ചാൽ മനസ്സിൻ്റെയും മാതാവിൻ്റെയും ദേഹസുഖത്തിൻ്റെയും ഒക്കെ കാരക ഗ്രഹമായിട്ടുള്ള ചന്ദ്രൻ. ചന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ ഗുളികൻ നിൽക്കുന്നു. അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്നത് ലഗ്നാൽ 12-ൽ നഷ്ടസ്ഥാനത്ത് രാഹുവിനോട് ഒത്താണ്. അങ്ങനെ ഉള്ളപ്പോൾ അവിടേക്ക് ശുക്രൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. ഈ വ്യക്തിക്ക് ചെലവുകൾ വരവിനേക്കാൾ അല്ലെങ്കിൽ വരവിനോടൊത്തോ കൂടുതലാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതങ്ങനെ തന്നെയുമാണ്. ഇപ്പോൾ ചില ആളുകളെ കണ്ടിട്ടില്ല, ധാരാളം പണം അവർ സമ്പാദിക്കും, പക്ഷേ കയ്യിലൊന്നും ഉണ്ടാവില്ല. അതല്ല എങ്കിൽ വരുന്നതെല്ലാം പല വഴിക്ക്, പല രീതിയിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ അത് ചിലവായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കാറുണ്ട്. 12-ലൊക്കെ രാഹു നിന്ന് കഴിഞ്ഞാൽ അത്തരം ആളുകൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ഒരു പരിഗണന കൊടുത്തു വേണം ലൈഫ് ലോങ് ജീവിതത്തിൽ ഉടനീളം മുന്നോട്ട് പോകാനായിട്ട്. അതല്ലാത്ത പക്ഷം വരുന്നതിനോടൊത്തോ അല്ലെങ്കിൽ വരുന്നതിന് ഇരട്ടിയോ ചിലവായിക്കൊണ്ടേയിരിക്കും. രാഹു ഇല്യൂഷൻസാണ്. പലപ്പോഴും ചിലവായത് എന്തിനെന്നുള്ള ഒരു ധാരണ പോലും നമ്മൾക്ക് പിന്നീട് ആലോചിച്ചാൽ കിട്ടുകയുമില്ല. അതിനെ തുടർന്ന് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, ഇറിറ്റേഷൻസൊക്കെ സ്വയം ചിലപ്പോൾ വച്ച് പുലർത്തുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ലഗ്നാൽ 12-ൽ വ്യയസ്ഥാനത്ത് രാഹു പോലെയുള്ള, ഗുളികൻ പോലെയുള്ള, നീച ഗ്രഹങ്ങൾ പോലെയുള്ള അവസ്ഥകളൊക്കെ ലഗ്നാൽ 12-ൽ നിന്ന് കഴിഞ്ഞാൽ വളരെയധികം ചെലവുകളെ, വരവ് ചെലവുകളെ കൃത്യമായി പരിഗണിച്ച് മുന്നോട്ട് പോകാനുള്ള സ്വയം ആർജിതമായിട്ടുള്ള ഒരു ശേഷി പ്രാക്ടിക്കൽ റെമഡികൾ വഴി ചെയ്തേ മതിയാകൂ. അതിനുള്ള കൃത്യമായിട്ടുള്ള വഴികൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അത് അദ്ദേഹം ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നേരത്തെ കൂട്ടി അറിഞ്ഞ് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടി പോയി കഴിഞ്ഞാൽ ഈ വരുന്ന ചിലവുകളുടെ ഒരു 50% താഴെ നമുക്കത് കുറച്ച് നിർത്താൻ സാധിക്കും. അതല്ല എങ്കിൽ പണം വരുന്നു, പണം പോകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ കൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒന്നിനും ഒരു കാലത്തും ഗുണമില്ല എന്നും തിരിച്ചറിയുക. 1 കോടി രൂപ കിട്ടി, അത് 1 കോടിയും ചിലവായി പോയി എന്നതിനേക്കാൾ ശക്തമായിട്ടുള്ള റിസൾട്ടാണ് 1000 രൂപ കിട്ടി, അതിലൊരു 300 രൂപയെങ്കിലും കയ്യിലുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം സഹിതം തന്നെയാണ് പറഞ്ഞ് കൊടുത്തിട്ടും ഉള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണത്. അതേപോലെ തന്നെയാണ് ഗുളിക ഭവനാധിപനായിട്ടുള്ള ചന്ദ്രനാണ് എന്ന് വെച്ചാൽ മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ടെൻഷൻസ്, മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിൻ്റെ കാരകനോടൊത്ത്, ചന്ദ്രനോടൊത്ത് രാഹു, കേതു, ശനി, ഗുളികൻ, നീചമായിട്ടുള്ള മോശം ഗ്രഹങ്ങളെന്നൊക്കെ നിന്ന് കഴിഞ്ഞാൽ മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ടെൻഷൻസ്, കൺഫ്യൂഷൻസ്, എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരു ആത്മവിശ്വാസമില്ലായ്മ പോലെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ആളുകൾക്ക് കണ്ടുവരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ കൃത്യമായിട്ട് തന്നെ എടുക്കണം. ഇവിടെ ഇദ്ദേഹം പിന്നെ എങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നു എന്ന് ചോദിച്ചാൽ ലഗ്നാൽ 5-ൽ ശക്തനായ കുജൻ നിൽക്കുന്നു. എന്തെല്ലാം പ്രതിസന്ധി വന്നാലും തോൽക്കാൻ മനസ്സില്ല എന്ന ഭാവത്തോടു കൂടി മുന്നേറാനുള്ള ഒരു സ്വയമാർജിത ശേഷി ഇത്തരക്കാർക്ക് ധാരാളമായിട്ട് സഹജമായിട്ട് കണ്ടുവരാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പാറ്റേണും അത് തന്നെയാണ്. എന്ത് തന്നെ വന്നാലും മുന്നോട്ട് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇദ്ദേഹം സ്വീകരിക്കും, അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതുവഴി മുന്നോട്ട് പോവുകയും ചെയ്യും. അതുവഴി അദ്ദേഹത്തിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. അത് സത്യമാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മനസ്സിനെ കൃത്യമായിട്ട് ഒന്ന് പരിശീലിപ്പിച്ച് അതിന് വേണ്ടുന്ന റെമഡികൾ സ്വയം തന്നെ ചെയ്ത് ഒപ്പം കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ കൂടെ എടുത്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പേഴ്സൻറ്റേജിൽ കുറവുണ്ടാകും. ഈ ടെൻഷൻസിൻ്റെ പേഴ്സൻറ്റേജിൽ കുറവുണ്ടാവുക തന്നെ ചെയ്യും. അതേപോലെ തന്നെയാണ് ലഗ്നാൽ 9-ൽ നിൽക്കുന്ന വ്യാഴം നീചനാണെങ്കിൽ പോലും ലഗ്നത്തിലേക്ക് ദൃഷ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ
വ്യാഴത്തിൻ്റെ ഒരു സംരക്ഷണം ഏതെല്ലാം പ്രതിസന്ധികളിൽ ചെന്നപ്പെട്ടാലും അവിടെ നിന്നൊക്കെ ഏതെങ്കിലും രൂപേണ ഊരി വരുന്നതിനായിട്ടുള്ള രക്ഷപ്പെട്ടു വരുന്നതിനായിട്ടുള്ള ഒരു സംരക്ഷണം വ്യാഴം ഇവിടെ ഒരുക്കുക തന്നെ ചെയ്യും. ഗുളികനിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ ഗുളികൻ്റെ പവറിനെ ഒരു പരിധിവരെ ബ്ലോക്ക് ചെയ്ത് നിർത്താനും വ്യാഴം അവിടെ സഹായിക്കും. അതേപോലെ തന്നെ ലഗ്നാൽ 5ലേക്കും വ്യാഴത്തിൻ്റെ 9ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. അതും നല്ലത് തന്നെ ആണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ജീവിക്കുന്നത് തന്നെ. ആ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകണം, വളരണമെന്നുള്ള ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം, ഒരു ഉറച്ച തീരുമാനവും ഇദ്ദേഹത്തിനുണ്ട്. ഉറച്ച തീരുമാനങ്ങൾ ഈ ഗ്രഹനിലയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. പക്ഷേ അവിടെ ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. പ്രത്യേകിച്ച് രാഹുവിൻ്റെ അപഹാരമൊക്കെ നടക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളിൽ പിഴവുകൾ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ധാരണ അവിടെ കൃത്യമായിട്ട് മാനദണ്ഡമാക്കി തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. രാഹുവിൻ്റെ അപഹാരം പ്രത്യേകിച്ച് കുജദശയിൽ കുജൻ 5ൽ നിൽക്കുന്നെങ്കിലും അത് ബുധൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. കുജൻ ബുധൻ അത്ര നല്ല ബന്ധങ്ങളിൽ ഉള്ള ഒരു 2 ഗ്രഹങ്ങളല്ല എന്നും മനസ്സിലാക്കുക. അപ്പോൾ അവിടെ രാഹുവിൻ്റെ അപഹാരം കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റായിട്ട് ഡിസിഷൻസ് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ത്വര കൂടും. എന്നാൽ അതിൽ അബദ്ധങ്ങൾ പിണയാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഒന്ന് കൃത്യമായിട്ട് ആലോചിച്ച് പ്ലാൻ ചെയ്ത് അതിൻ്റെ ശരിയും തെറ്റും എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് നീക്കങ്ങൾ നടത്തിയാൽ റിസൾട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും. തൊട്ട് നെക്സ്റ്റ് വരാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ അപഹാരമാണ്. 2027 ജനുവരി 21 തൊട്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ബിസിനസ് വലുതാക്കുന്നതിന് വേണ്ടുന്ന ശ്രമങ്ങളൊക്കെ ആ ഒരു സമയത്തേക്ക് നടത്തിക്കഴിഞ്ഞാൽ അതിലൊരു 75-80% റിസൾട്ട് പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലുമാണ്. അതേപോലെ തന്നെയാണ് ലഗ്നാൽ 7ലാണ് സൂര്യൻ ശനി ബുധൻ കോമ്പിനേഷൻ ഉള്ളത്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ തർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാൽ തന്നെയും അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടുന്ന കാര്യങ്ങൾ 2 പേരും കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കേണ്ടതും ആണ്. 7ലൊക്കെ സൂര്യൻ ശനി പൊതുവെ കുജൻ്റെയൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണത് എന്ന് മനസ്സിലാക്കി തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. മാത്രവുമല്ല ഇദ്ദേഹം ശുക്ര ലഗ്നമാണ്. ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രബല ഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ് ശുക്രൻ. ശുക്രൻ ലഗ്നാൽ 6ൽ ശുക്രൻ്റെ തന്നെ ക്ഷേത്രത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. പ്രസ്തുത ശുക്രൻ 12ലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു. അപ്പോൾ പൊതുവേ ശുക്രൻ എന്ന് പറഞ്ഞാൽ തന്നെ പണം പൊട്ടിക്കുന്നതിന് പേര് കേട്ടിട്ടുള്ളൊരു ഗ്രഹമാണ്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായിട്ട് പണം ഇങ്ങനെ പൊട്ടിക്കുന്നതിൽ ശുക്രൻ അഗ്രഗണ്യനാണ്. ഈ ചിലവൊക്കെ വളരെ കുറച്ച് പിശുക്കി പോകുന്ന ആളുകൾക്ക് ശുക്രദശ വന്നു കഴിഞ്ഞാൽ ധാരാളം പണം ചിലവഴിച്ചതായിട്ട് പരാതി പറയുന്ന ധാരാളം ആളുകളുണ്ട്. ശുക്രനെ കരുതുക തന്നെ വേണം. പ്രത്യേകിച്ച് കേതുവിനോടൊത്ത് രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശുക്രൻ എന്ന് പറയുമ്പോൾ ലഗ്നാധിപൻ കൂടാണ്. അത് ചിലവുകളെ പ്രത്യേകിച്ചും പണം പൊട്ടിപ്പോകുന്ന അവസ്ഥയെ പ്രത്യേകിച്ചും ശ്രദ്ധിച്ച് തന്നെ വേണം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. അതൊരു തിരിച്ചറിവ് കൂടിയായി എടുക്കുക. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 4ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യനാണ്. ശനിയോടൊത്താണ് നിൽക്കുന്നത്. ബാധ്യതകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എടുക്കാവൂ. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം 4ലേക്ക് ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. 10ാം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് ഇവിടെ സൂര്യനോടൊത്ത് ബുധനോടൊത്ത് നിൽക്കുന്നത്. അപ്പോൾ ജോലി സംബന്ധമായിട്ടൊരല്പം ടെൻഷൻ, ഒരല്പം കൺഫ്യൂഷൻ, ഒരല്പം സമയം കഴിഞ്ഞുള്ള പ്രവർത്തനങ്ങളൊക്കെ അത്യാവശ്യം തന്നെയാണ്. എന്നാൽ അതിനെ പോസിറ്റീവായിട്ട് എടുത്ത് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പരിഹാരങ്ങളെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഗുണപ്രദമായി തന്നെ മാറും എന്ന കാര്യത്തിലും തർക്കമില്ല. അവിടെയും ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന പാർട്ടെന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, ചിലവുകളെ കരുതുക തന്നെ വേണം. ഈ 12ലെ രാഹു പ്രശ്നക്കാരനാണ്. പൊതുവെ അനാവശ്യമായിട്ടുള്ള ചിലവുകളെ അനവസരങ്ങളിൽ നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ ഇതിലേക്ക് ഇറക്കി വിടും. പണം മുഴുവനായിട്ട് ചിലവഴിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിന് കൃത്യമായിട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ നേരത്തെ കൂട്ടി തന്നെ കണ്ട് എടുത്ത് മുന്നോട്ട് പോയാൽ ഏറെ നന്ന്. അശ്വതിയാണ് നക്ഷത്രം. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്താൽ കേതു ദശയിൽ ജനിച്ചു. 89 വരെ കേതു, ശേഷം 20 കൊല്ലം ശുക്രൻ 2009 വരെ, ശേഷം 6 കൊല്ലം സൂര്യൻ 2015 വരെ, അതിനുശേഷം ചന്ദ്രൻ 10 കൊല്ലം, അതിനുശേഷം കുജൻ അഥവാ ചൊവ്വ 2032 വരെ, അതിനുശേഷം രാഹു 2050 വരെ, ശേഷം ഗുരു ശനി എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ചൊവ്വയിൽ കുജനിൽ രാഹുവാണ് 2026 ജനുവരി 3 തൊട്ട് 2027 ജനുവരി 21 വരെ. രാഹുവിൻ്റെ അപഹാരമാണ്. ചെലവിൻ്റെ സ്ഥാനത്ത് വ്യയസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവാണ്. ചെലവുകളിൽ എപ്പോഴും ഒരു കണ്ണു വേണം. എടുക്കുന്ന തീരുമാനങ്ങൾ പിഴയ്ക്കുന്നില്ല, അബദ്ധങ്ങൾ പിണയുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി തന്നെ വേണം പരിഹാരങ്ങളെടുത്ത് കണിശമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.